കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യം, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നൊരു വെളിപ്പെടുത്തൽ, ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. കർത്താവിന് മടങ്ങി വരുമെന്നുള്ള വ്യക്തമായിരിക്കുന്ന അറിയിപ്പ് നൽകുകയാണ്. കർത്താവ് വേഗം വരുമ്പോൾ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടണം. അങ്ങനെ ചേർക്കപ്പെടണമെങ്കിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കണം. പ്രമാണിച്ചാൽ കർത്താവ് പറയുകയാണ്, അതൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ദൈവവചനത്തിലെ പ്രവചനങ്ങൾ, ഓരോ വചനങ്ങൾ പ്രമാണിക്കുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ പ്രിയമക്കൾ. അപ്പോൾ ആ പ്രവചനം പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഭാഗ്യമാണ്. ആ നിത്യമായിരിക്കുന്ന ഭാഗ്യം. കർത്താവിൻ്റെ വരവ് കർത്താവിലേക്ക് ചേർക്കപ്പെടും. തുടർന്ന് നിത്യാനന്ദം കൊണ്ട് നിറയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവവചനം പ്രമാണിക്കും. എന്നാൽ നിത്യസന്തോഷത്തിലേക്ക് നാം ചേർക്കപ്പെടും. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു.